പറ്റി? ഇപ്പൊ നിന്റെ ആത്മവിശ്വാസമൊക്കെ എവിടെ പോയി? 10 മിനിറ്റിൽ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണിക്കൂർ 2 നീ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞ് ഗിരിയേട്ടനെ ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കാന്ന് കരുതി കാണും. പക്ഷേ ഗിരിയേട്ടൻ നീ വിചാരിച്ച പോലെ ഒരാളല്ല. നീ എത്രയൊക്കെ പ്രേരിപ്പിച്ചാലും അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്യില്ല. മഞ്ജു, നീ ഇങ്ങോട്ടാ പോന്നെ? വീട്ടിലേക്ക്. നിന്റെ ഈ പ്രഹസനം കാണാനായിട്ട് ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല. അതിനെ കൂടി ചീത്ത ഞാൻ നാളെ കേൾക്കണം. നിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച എനിക്ക് അങ്ങനെ തന്നെ വേണം. എന്തായാലും നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലല്ലോ. കുറച്ചു നേരം കൂടെ കാത്തു നിൽക്ക്. ഗിരേട്ടൻ ഉറപ്പായിട്ടും വരും. ഇനിയും ഞാൻ ഇവിടെ നിന്നാ ഗിരേട്ടനെ സംശയിച്ചതിൽ എനിക്ക് തോന്നുന്ന കുറ്റബോധം കൂടെ ഉള്ളൂ. അതിനെല്ലാം ഉത്തരവാദിയായ നിന്നെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. മഞ്ജു, മഞ്ജു പ്ലീസ്, കുറച്ചു നേരം കൂടി പ്ലീസ്. വഴിന്ന് മാറ് മഞ്ജു പ്ലീസ്. മാറി നിൽക്കാൻ. മഞ്ജു, മഞ്ജു നിക്ക്. എന്തൊക്കെയായിരുന്നു ഗിരിയേട്ട. നീ വിചാരിച്ച ആളല്ല. ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തെറ്റ് ചെയ്യില്ല. എന്നിട്ടിപ്പോ എന്തായി? നീ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഗിരിയേട്ടൻ എന്നോട് തോന്നുന്ന ഇഷ്ടം ഒരു തെറ്റായി തോന്നില്ലെങ്കിലോ? ഇനിയും നിനക്ക് എന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് സംശയമുണ്ടോ? അങ്ങനെ ആണെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കെ. ഇവിടെ നടക്കുന്നതെല്ലാം നീ കാണ്. എന്നിട്ടെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നീ മനസ്സിലാക്കണം. പിന്നെ ഒച്ച വെക്കരുത്. ഞങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആവും. ഗിരേട്ട, ഗിരേട്ടൻ എന്താ പോവാൻ തുടങ്ങായിരുന്നോ? ഒരുപാട് നേരം കോളിംഗ് ബെൽ അടിച്ചതാ. തുറക്കാതിരുന്നപ്പോ ഞാൻ കരുതി അകത്താരും ഉണ്ടാവില്ല എന്ന്. ഞാൻ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് പറ്റിക്കോ? 10 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. ഞാൻ ഇത്രയും നേരം കാത്തു നിന്നില്ലേ? ഗിരേട്ടൻ എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് കാത്തു നിൽക്കാൻ പറ്റില്ലേ? അല്ല, എന്താ എത്ര വൈകിയത്? വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഗിരേട്ടൻ എന്താ കാറി വന്നേ? ഷോപ്പിങ്ങിനൊക്കെ പോകാനുള്ളതല്ലേ. എന്തിനാ കാർ എടുത്തേ? ബൈക്കായിരുന്നല്ലേ നല്ലത്? അല്ല, ബ്ലോക്കൊക്കെ ആവുമ്പോ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ, അതാ പറഞ്ഞത്. ഇതാണ് വൈകാൻ കാരണമെന്നൊന്ന് വിളിച്ചു പറയായിരുന്നു. ഞാൻ ഗിരേട്ടനെ ഒരുപാട് തവണ വിളിച്ചല്ലോ, എന്താ എടുക്കാത്തത്? ഫോൺ സൈലന്റ് ആയിരുന്നു, അറിഞ്ഞില്ല. പോവാം. എന്തിനാ ഇത്ര ധൃതി കൂട്ടുന്നത്? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്റെ കൂട്ടുകാരിയും കൂടെ പരിചയപ്പെട്ടിട്ട് പോയാ മതി. ഞാൻ എന്തിനാ ആ കുട്ടിയെ പരിചയപ്പെടുന്നത്? എന്താ ഗിരേട്ട ഇത്? എന്റെ ഒരു കൂട്ടുകാരിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നതിൽ എന്താ എത്ര പ്രശ്നം? ഗിരേട്ടൻ വാ. നീ വന്നേ, പോവാം. വാ ഗിരേട്ട, നീ വാ. ഞാൻ എന്തിനാ നിന്റെ കൂട്ടുകാരിയെ പരിചയപ്പെടുന്നത്? വാ, അവിടെ ഇരിക്കാം.
എവിടെ നിന്റെ കൂട്ടുകാരി? അവളെന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോയിരിക്കുവാ. അപ്പൊ ആ കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല. അപ്പോ നമ്മൾ ഈ വീട്ടിൽ തനിച്ചാണോ? നമ്മള് രണ്ടുപേരില്ലേ, പിന്നെങ്ങനെ തനിച്ചാവുന്നേ? എന്തിനാ വാതിലടച്ചത്? എന്നാ തുറന്നിടാം. ഇനി നമ്മള് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടിട്ട് ഗിരേട്ടന് പ്രശ്നമാവണ്ടെന്ന് കരുതിയാ ഞാൻ വാതിലടച്ചത്. എന്താന്ന് വെച്ചാ ചെയ്യാ. ഗിരേട്ടന് എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? അവളിപ്പൊ തന്നെ എത്തും, ഒരു 10 മിനിറ്റ്. അവളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് അപ്പൊ തന്നെ പോവാം. ഗിരേട്ടൻ എന്റെ മേല് ഇത്രയും വിശ്വാസം വെച്ചതല്ലേ, ഞാനും അത് തിരിച്ചു കാണിച്ചിരിക്കും. ഞാനൊരു 10 മിനിറ്റ് കാത്തു നിൽക്കും. എന്നിട്ട് നിന്റെ കൂട്ടുകാരി വന്നില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. ശരി. ഗിരേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലാന്ന് എനിക്കറിയാം. എന്തായാലും അവള് വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഷോപ്പിങ്ങിന് വേണ്ടി കുറെ ഓടി നടക്കാനുള്ളതല്ലേ. അതിനിടയിൽ കഴിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഗിരേട്ടൻ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ ഗിരേട്ടാ. ഏയ്, വാ ഗിരേട്ടാ, ഞാനല്ലേ വിളിക്കുന്നേ. വാ. നീ വിട്ടേ. ആഹാ, നേരെ കയറിയങ്ങി ഇരുന്നോ. പോയി കൈ കഴുകി ഗിരേട്ടാ. ഞാൻ അപ്പോഴേക്കും പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടേ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോന്നും ചെയ്യരുത്. എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ വേണം. ഗിരിയേട്ടൻ എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആ, ഗിരിയേട്ടനെ നല്ല വിശപ്പുണ്ട്, ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ. ഗിരേട്ടാ, വാ കഴിക്കാം, ഇരിക്കെ.